Okay. So it was very intimidating. അതെന്താ വെച്ചാൽ അവരുടെ ബോഡി ഓഫ് വർക്ക്, അവരുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് OTT ഭ്രമയുഗം കണ്ടു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. എന്താ വെച്ചാൽ ടർബോയിൽ ഞാൻ കണ്ടിട്ടുള്ള പെർഫോമർ പിന്നെ ഭ്രമയുഗത്തിന്റെ പെർഫോമൻസ് അത് കംപ്ലീറ്റ് വേറെ വേറെ ആൾക്കാരാണ്. അപ്പോ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഐ സോ ഇറ്റ് ലേറ്റർ. ഇല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ even though he has such a large body of work, he is very comforting and he always take care of the co-actors. First question set varumbol, okay, had your coffee, had your food, so okay alle ella okay alle, and adu maatralla, even with there is a confusion with dialogue or anything, he will comfort you, he will guide you. അതാണ് അവരുടെ വലിയ ക്വാളിറ്റി. ഈ മമ്മൂക്കയോട് അഭിനയിച്ചതിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഫൈറ്റ്. അതെന്തുകൊണ്ടാ? അത് ടച്ച് ചെയ്താലെന്ന് എനിക്ക് പേടി. ഇങ്ങനെ തട്ടിപ്പോയാൽ എന്താണ്, അതാണ് എന്റെ വലിയ പേടി. അപ്പൊ ഞാൻ ഡയറക്ടറുടെ കൂടെ പോയിട്ട് എപ്പോഴും പറയാനുണ്ടാവും, അങ്ങനെ ചെയ്താൽ ഞാൻ ഓടിപ്പോവും, ഞാൻ മംഗളാപുരത്തേക്ക് ഓടിപ്പോകും, വരില്ല തിരിച്ചു. അതാണ്. ബട്ട് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. ഈ ഗരുഡഗമന പോലത്തെ വലിയൊരു പടങ്ങൾ, നല്ല ചർച്ചയായ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇത്രമാത്രം സംസാര വിഷയമായ സിനിമകൾ അഭിനയിച്ചൊരു നടൻ കൂടിയാകുമ്പോൾ മലയാളത്തിൽ വരുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മലയാള ഇൻഡസ്ട്രീനെ പറ്റിയിട്ടെന്താ പറയാം? ഇപ്പോ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടറിൽ ഒരു ഡയറക്ടറാണ് വൈശാഖ്. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട്, ആക്ടർക്ക് എപ്പോഴും സിമ്പിൾ ആയിട്ട് he will make it very simple and ആൾക്ക് അറിയും. So what is the film is making, what are the technicalities that should be used, പിന്നെ എങ്ങനത്തെ ഷോട്ട് എടുക്കുന്നു, എങ്ങനെ പെർഫോമൻസ്, നമ്മൾ എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു, എല്ലാം അറിയും. So I really felt very good that I was performing with under him. അപ്പോൾ എനിക്ക് കുറച്ച് ഏതും ഉത്തരവാദിത്വമല്ല, ഐ ക്യാൻ കം ആസ് എൻ ആക്ടർ, ഹി വിൽ ടേക്ക് കെയർ. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഈ മമ്മൂട്ടി എന്ന വലിയൊരു നടന്റെ വില്ലനായി വരുന്നു മലയാള സിനിമയിലേക്കുള്ള ആദ്യത്തെ ചിത്രം, എന്ത് തോന്നുന്നു? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതെന്താ വെച്ചാൽ എനിക്ക് ഫസ്റ്റ് നരേഷൻ കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ആക്ച്വലി ഇസ് ദിസ് ദ റോൾ ഐ എം പ്ലേയിങ്? എനിക്ക് കുറച്ചും കൂടി പേടിയായി, അത്ര വലിയ റോള് അത് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. But yeah, I was lucky and they accepted me, and fortunately I could do what director asked me to do. So I consider myself lucky, that's all. ഇത്തരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മലയാള ഇൻഡസ്ട്രിയിലെ സിനിമകൾ മൊത്തത്തിൽ തന്നെ ഇപ്പോൾ നല്ല ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ്, ആവേശം എല്ലാം തന്നെ. ഇതൊക്കെ മലയാള ഇൻഡസ്ട്രീനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു ഇൻസ്പിറേഷണൽ ഇൻഡസ്ട്രിയാണ്, ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഇങ്ങനെ ചെയ്താൽ ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഓഡിയൻസും അതുണ്ട്. അങ്ങനത്തെ എല്ലാ വെറൈറ്റി പടം ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പടത്തിലും ആ ക്വാളിറ്റി കയറിയിട്ട് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് എ വെരി ഇൻസ്പയറിംഗ് തിങ് ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ. സോ ഹോപ്പ്ഫുള്ളി എവറി ഇൻഡസ്ട്രി വിൽ അഡാപ്റ്റ് ഇറ്റ് ആൻഡ് മേക്ക് ഗുഡ് സിനിമാസ്. ഇപ്പോഴത്തെ ടർബോയുടെ പ്രേക്ഷക പ്രതികരണം എന്തൊക്കെയാണ്? അയ്യോ, ലൈക്ക് all the tags are like, the film is very good, the film is very entertaining. പിന്നെ എന്റെ പെർഫോമൻസ്, മമ്മൂട്ടി സാറുടെ പെർഫോമൻസ്, ഇതെല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോയിട്ട് ഓക്കെ താങ്ക് യു പ്രസ് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. ബോളിവുഡിലെ രണ്ട് സൂപ്പർ സ്റ്റാറാണ് മമ്മൂട്ടി മോഹൻലാലും. ഒരാളുടെ ഒപ്പം അഭിനയിച്ചു മമ്മൂട്ടിയുടെ, പിന്നെ എന്താണ് മോഹൻലാലിന്റെ ഒപ്പം അടുത്ത തന്നെ ഒരു പടം പ്രതീക്ഷിക്കാവോ? അറിയില്ല, എനിക്ക് ഒരു പടം ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടില്ല. അത് ചെറിയ റോൾ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.